ഹായ് ഗൈസ്, ക്യാൻസറിനെ സംബന്ധിച്ചിടത്തുള്ള നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ് ഇത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ക്യാൻസർ പാരഡൈം 2 അഥവാ ക്യാൻസറിന്റെ രണ്ടാമത്തെ മാതൃകയാണ്. അപ്പോൾ ക്യാൻസറിന്റെ രണ്ടാമത്തെ മാതൃക എന്ന് പറയുന്നത് സൊമാറ്റിക് മ്യൂട്ടേഷൻ തിയറി എന്നാണ് അറിയപ്പെടുന്നത്, SMT എന്നറിയപ്പെടുന്നു. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ പുരുഷന്മാരുടെ ശരീരത്തിലാണ് നമുക്ക് സ്പേംസ് ഉണ്ട്, അതുപോലെ തന്നെ സ്ത്രീകളുടെ ശരീരത്തിൽ അവരുടെ ഓവറീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എഗ്സ് ഉണ്ട്. അപ്പോൾ ഈ സ്പേംസും എഗ്സും അല്ലാത്ത എല്ലാ സെൽസിനെയും നമ്മൾ സൊമാറ്റിക് സെൽസ് എന്നാണ് പറയുന്നത്. അപ്പൊ ഈ സൊമാറ്റിക് സെൽസിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ ആണ് ക്യാൻസറിന് കാരണമാകുന്നത്. അപ്പൊ നമ്മൾ ക്യാൻസർ പാരഡൈം 1 കണ്ടു കഴിഞ്ഞു. നമ്മുടെ സെൽസിലുണ്ടെന്ന ഓരോ അവയവത്തിലും ഉണ്ടാകുന്ന ക്രമാതീതമായിട്ടുള്ള ഗ്രോത്ത് ആണ് ക്യാൻസറിന് കാരണമാകുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പൊ സൊമാറ്റിക് മ്യൂട്ടേഷൻ തിയറി അനുസരിച്ചിട്ട് ഈ ഗ്രോത്ത് കാരണമാകുന്നത് നമ്മുടെ സെൽസിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ ആണ്. അപ്പൊ ഈ തിയറി അനുസരിച്ചിട്ട് രണ്ട് കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മുടെ ഓരോ സെൽസിലും ഓരോ സൊമാറ്റിക് സെൽസിലും നമുക്ക് രണ്ട് തരത്തിലുള്ള ജീൻസ് ഉണ്ട്. അതിൽ ഒന്നാമത് എന്ന് പറയുന്നത് ഗ്രോത്ത് കൺട്രോളിങ് ജീൻസ് ഉണ്ട്. അപ്പൊ ഈ ഗ്രോത്ത് കൺട്രോളിങ് ജീൻസിൽ മ്യൂട്ടേഷൻ സംഭവിക്കുകയും സെൽ ഡിവിഷൻ ക്രമാതീതമായി സംഭവിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മുടെ ഓരോ സൊമാറ്റിക് സെൽസിലും P53 എന്ന് പറയുന്ന ജീൻസ് ഉണ്ട്. ഈ ജീൻസിനെയാണ് നമ്മൾ ക്യാൻസർ അല്ലെങ്കിൽ ട്യൂമർ സപ്രഷൻ ജീൻസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ ജീൻസിൽ ഇതൊരു സേഫ്റ്റി സിസ്റ്റമാണ്. ക്യാൻസറിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ശരീരത്തിൽ തന്നെയുള്ള ഒരു പ്രതിരോധമാണിത്. ഇതൊരു സേഫ്റ്റി സിസ്റ്റമാണ്. ഈ ഒരു സേഫ്റ്റി സിസ്റ്റത്തിന് മ്യൂട്ടേഷൻ സംഭവിക്കുകയും സെൽ ഡിവിഷൻ ക്രമാതീതമായി സംഭവിക്കുകയും ചെയ്യുന്നു. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മളുടെ ഓരോ സെൽസിലും മ്യൂട്ടേഷൻ സംഭവിച്ച് അതൊരു ട്യൂമറായിട്ട് ക്യാൻസറായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു മ്യൂട്ടേഷന് കാരണമാകുന്നത്? അപ്പോൾ ഇതിനു മുമ്പുള്ള വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത അതേ കാരണങ്ങൾ തന്നെയാണ് ഈ ഒരു മ്യൂട്ടേഷന് കാരണമാകുന്നത്. അതായത് പലതരത്തിലുള്ള കെമിക്കൽസ്, പ്രത്യേകിച്ച് ടുബാക്കോ, അത് ഏത് തരത്തിലുള്ളതായാലും നമുക്ക് സ്മോക്ക് ചെയ്യുന്നതാണെങ്കിലും അല്ലാത്ത തരത്തിലുള്ളതാണെങ്കിലും ഉള്ള ടുബാക്കോ ഒരു പ്രധാന കാരണമാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള എൻവയോൺമെന്റൽ പൊല്യൂഷന്, അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഹ്യൂമൻ പാപ്പിലോമ വൈറസ്, അതുപോലെ തന്നെ H. പൈലോറി വൈറസ്, അതുപോലെ തന്നെ ഹെപ്പറ്റൈറ്റിസ് B വൈറസുകൾ, ഇങ്ങനെയുള്ള ഇൻഫെക്ഷൻസും ഇതിന് കാരണമാണ്. അതുപോലെ തന്നെ ഒബീസിറ്റി, ഹൈപ്പർ ഇൻസുലിനേമിയ മുതലായ കാര്യങ്ങളും ഈ ഒരു മ്യൂട്ടേഷന് കാരണമാകുന്നു. അപ്പൊ ഈ സൊമാറ്റിക് മ്യൂട്ടേഷൻ തിയറി അനുസരിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. നമ്മൾ രണ്ട് കാര്യങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോയിലും ഈ വീഡിയോയിലും നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ക്യാൻസർ എന്ന് പറയുന്നത് ക്രമാതീതമായ ഗ്രോത്ത് ആണ്. ഈ ഗ്രോത്തിന് കാരണം സൊമാറ്റിക് സെൽസിൽ ഉണ്ടാകുന്ന മ്യൂട്ടേഷൻ ആണ്. അപ്പോൾ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ മ്യൂട്ടേഷനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ സയന്റിസ്റ്റുകൾ അത്തരത്തിലുള്ള മരുന്നുകൾ ഡെവലപ്പ് ചെയ്തു. അതിന് ഉദാഹരണമാണ് ഇമാറ്റിനിബ് പോലുള്ള മരുന്നുകൾ. അപ്പൊ ഇമാറ്റിനിബ് പോലുള്ള മരുന്നുകൾ എന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഏതാണോ ക്യാൻസറിന് കാരണമായ മ്യൂട്ടേഷൻ, ആ മ്യൂട്ടേഷനെ ബ്ലോക്ക് ചെയ്യും. അപ്പൊ ആ മ്യൂട്ടേഷനെ സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ക്യാൻസർ ഉണ്ടാകത്തില്ല. പക്ഷെ ഈ ഇമാറ്റിനിബ് ഒഴികെയുള്ള മറ്റു മരുന്നുകളൊന്നും അത്രയ്ക്ക് സക്സസ്ഫുൾ ആയില്ല. അപ്പൊ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കൊരു ചെറിയൊരു കോളോറക്ടൽ ക്യാൻസറിൽ തന്നെ 100 കണക്കിന് മ്യൂട്ടേഷൻസ് ഉണ്ട്. അപ്പൊ ഈ 100 കണക്കിന് മ്യൂട്ടേഷൻസിനും വേണ്ടിയിട്ടുള്ള മ്യൂട്ടേഷനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. ഇനി മരുന്ന് കണ്ടുപിടിച്ചാൽ തന്നെ ഒരു രോഗിയില് ഈ തരത്തിലുള്ള എല്ലാ മരുന്നുകളും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക എന്ന് പറയുന്നതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് സൊമാറ്റിക് മ്യൂട്ടേഷൻ തിയറി എന്ന് കരുതി ഈ രണ്ട് തിയറികളും തെറ്റാണ് എന്നല്ല. ശാസ്ത്രം ക്യാൻസറിനെ തടയുന്നതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചിന്റെ വഴിയിൽ കണ്ടുപിടിച്ചിട്ടുള്ള പല മാതൃകകളിൽ രണ്ടെണ്ണമാണിത്. തുടർന്നുള്ള വീഡിയോയിൽ നമ്മൾ ക്യാൻസർ പാരഡൈം 3 അതുപോലെ തന്നെ ക്യാൻസറിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ക്യാൻസറിന്റെ പ്രതിരോധങ്ങളും തീർച്ചയായിട്ടും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.